നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിറത്തിന്റെ പേരിൽ അപമാനിക്കപ്പെട്ട ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന്റെ ഒപ്പമാണ് കേരള സമൂഹം. നിരവധി രാഷ്ട്രീയക്കാർ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ശാരദാ മുരളീധരനെ പിന്തുണച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടതിൽ അതിനിടയിൽ കൂടി എം മണിയെ കൂടി ഒന്ന് വെളുപ്പിച്ചെടുക്കുകയാണ് പോരാളി ഷാജി. പക്ഷേ പോരാളി ഷാജി പങ്കുവച്ച കുറിപ്പ് അത് എം മണിയുടെ മൂട്ടിൽ പൊട്ടുന്നതായിപ്പോയി. ഒന്ന് പിന്തുണ പ്രഖ്യാപിച്ച് എം മണി സഖാവിനെ ചേർത്ത് പിടിക്കാൻ നോക്കിയതാണ്, പക്ഷേ ഒത്തില്ല. നിറത്തിന്റെ പേരിൽ എം മണിയും അപമാനിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയായിരുന്നു പോരാളി ഷാജി. എന്നാൽ ഇതിന് മലയാളികൾ പോരാളി ഷാജിക്ക് കൊടുത്തിരിക്കുന്ന മറുപടി, എം മണി നിറത്തിന്റെ പേരിലല്ല, പുഴുത്ത നാവിന്റെ പേരിലാണ് പണി മേടിച്ചു കൂട്ടിയിട്ടുള്ളത് എന്നായിരുന്നു പോരാളി ഷാജിക്കുള്ള മറുപടി. ആദ്യം പോരാളി ഷാജി പങ്കുവച്ച ആ കുറിപ്പ് നോക്കാം. തൊലി കറുത്തു പോയതിന്റെ പേരിൽ വെളുവെളുത്ത നാടൻ സായിപ്പന്മാരുടെ അധിക്ഷേപത്തെ പറ്റിയുള്ള ചർച്ചകൾ സജീവമാകുമ്പോൾ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് സതീശനും കോൺഗ്രസുകാരും ലീഗുകാരും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതിലെ വൈവിധ്യം എന്തെന്ന് വെച്ചാൽ, ഇവരിൽ പലരുടെയും എന്നുവെച്ചാൽ കോൺഗ്രസിന്റെ സംഘടനാ സ്ഥാനത്തിരിക്കുന്നവരുടെ പോലും ഫേസ്ബുക്ക് പ്രൊഫൈൽ തപ്പിയാൽ സഖാവ് എം മണിയെ കരിങ്കുരങ്ങായി ചിത്രീകരിച്ചുകൊണ്ടും വിശേഷിപ്പിച്ചുകൊണ്ടുമുള്ള പോസ്റ്റുകൾ. ഇന്ന് രാവിലെ വർണ്ണവിവേചനത്തിനെതിരെ നെടുനീളൻ ഡയലോഗുമായി ഇറങ്ങിയ രാഹുൽ മാങ്കൂട്ടം എന്ന ഫ്രോഡിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും യൂത്ത് കോൺഗ്രസ് നേതാവും ധീരജിനെ കുത്തിക്കൊന്ന കേസിൽ പ്രതിയായ നിഖിൽ പൈലി എന്ന ക്രിമിനലിന്റെ ഫേസ്ബുക്ക് വാളിൽ പോലും എം മണിയെ ഇങ്ങനെ ചിത്രീകരിക്കുന്നതായി കാണാം. നിറത്തിന്റെ പേരിൽ ജീവിതത്തിൽ ഉടനീളം ഇത്രമേൽ ഒരു മനുഷ്യൻ ആക്രമിക്കപ്പെട്ടതിന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റിയ കൺമുന്നിലുള്ള ഉദാഹരണമാണ് എം മണി എന്ന ഇടുക്കിയിലെ തേയിലത്തോട്ടം തൊഴിലാളികൾക്കിടയിൽ നിന്ന് വന്ന രാഷ്ട്രീയ നേതാവ്. രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ യുദ്ധം ചെയ്ത് പരാജയപ്പെടുമ്പോൾ അടുത്ത പടി അയാളുടെ നിറത്തെയും രൂപത്തെയും അപഹസിച്ച് തമാശ കണ്ടെത്താൻ ശ്രമിക്കലാണ്. അതിന്നേ വരെ തുടർന്നുകൊണ്ട് പോരുന്നത് കേരളത്തിലെ കോൺഗ്രസുകാരും പൊതുവെ ബോധമില്ലാത്തവർ എന്നറിയപ്പെടുന്ന മുസ്ലിം ലീഗുകാരുമാണ്. എന്നിട്ട് എന്തായി? അത്തരം അപഹസിക്കലുകൾ കൊണ്ട് എം മണിയെ എപ്പോഴെങ്കിലും പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? പുള്ളിയുടെ കളറല്ല, നാവിലെ മാലിന്യമാണ് പ്രശ്നമെന്നും ഇതായിരുന്നു പോരാളി ഷാജി പങ്കുവച്ച പോസ്റ്റ്. എന്നാൽ പോരാളി ഷാജി ഇത് പറയുമ്പോൾ എം മണി തിരുവഞ്ചൂരിനെ പരസ്യമായി അധിക്ഷേപിച്ചതുകൂടി ഒന്ന് ഓർത്തു നോക്കുന്നത് നന്നായിരിക്കുമെന്ന് മലയാളികൾ ഓർമ്മിപ്പിക്കുകയാണ്. നിയമസഭയിൽ തിരുവഞ്ചൂരിനെ നിറത്തിന്റെ പേരിൽ അപമാനിച്ചിട്ടില്ലേ ഇതേ എം മണി? തിരുവഞ്ചൂർ രാധാകൃഷ്ണന് കൃഷ്ണന്റെ കളറാണെന്നും സ്വഭാവമാണെന്നും പറഞ്ഞത് മറ്റാരാണ് ഷാജി? അതുമാത്രമല്ല, തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പരനാറി എന്നാണ് എം മണി വിളിച്ചത്. അതൊക്കെ മറന്നുപോയോ? പക്ഷേ കേരളം മറക്കില്ല. എം മണിയെ വെളുപ്പിക്കാൻ വരുമ്പോൾ ഈ കാര്യങ്ങൾ കൂടി ഒന്ന് ഓർത്തു വയ്ക്കുന്നത് നന്നായിരിക്കും. പിന്നെ എം മണി നിറത്തിന്റെ പേരിലല്ല, അതിനപ്പുറത്ത് നാവിൽ നിന്ന് വരുന്ന വാക്കുകളുടെ പേരിലാണ് എയറിലായിട്ടുള്ളതും തെറിവിളി കേട്ടിട്ടുള്ളതും. നിരവധി പേരാണ് ഇപ്പോൾ പോരാളി ഷാജിക്ക് മറുപടി കൊടുത്തുകൊണ്ട് അതിൻ്റെ താഴെ ഒരുപാട് കമൻറ്റുകൾ പങ്കുവെക്കുന്നത്. പുള്ളിയുടെ കളറല്ല, നാവിലെ മാലിന്യമാണ് ഷായി പ്രശ്നം. ഇയാളെ ആരും തെറി പറഞ്ഞില്ലെങ്കിൽ പുള്ളി തന്നെ വിളിപ്പിക്കും. കയ്യിലിരിപ്പ് അങ്ങനെയാണ്. വായിൽ കോലിട്ട് കുത്തി തെറി കേൾപ്പിക്കുന്ന ഇനമാണ് എം മണി. ജീവിതത്തിൽ ഒരു നിലപാടുമില്ലാത്ത ഒരു മനുഷ്യൻ. എം മണി എതിരാളികളെ സംബോധന ചെയ്യുന്ന വാക്കുകൾ ഇവിടെ പരസ്യമായി എഴുതാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? ഇയാളുടെ വായിൽ നിന്ന് വരുന്നത് അത്രത്തോളം അധപ്പതിച്ച വാക്കുകളാണ്. അത് പോരാളി ഷാജി എന്തുകൊണ്ട് പറയുന്നില്ല എന്നും വെളുപ്പിക്കുമ്പോൾ ഒരു ലേശം ഉളുപ്പ് വേണമെന്നുമാണ് പോരാളി ഷാജിക്കുള്ള മറുപടി. രാഷ്ട്രീയക്കാരെന്നില്ല, ഭരണാധികാരികളെന്നില്ല, IASകാർ, IPSകാർ, പോലീസ് ഉദ്യോഗസ്ഥർ, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, ഇവരെ എല്ലാവരെയും പച്ചത്തെറി വിളിച്ചിട്ടുള്ള ആളാണ് ഈ എം മണി. എന്തിനേറെ ഇവരുടെ CPI വനിതാ നേതാവ് ആനി രാജ അവരങ്ങ് ഡൽഹിയിലിരുന്ന് ഉണ്ടാക്കുകയല്ലേ എന്നുള്ള അത്രത്തോളം തരംതാണ വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുള്ള ആളാണ് എം മണി. ആ എം മണിയെയാണ് താങ്ങി ഒന്ന് വെളുപ്പിക്കാൻ പോരാളി ഷാജി രംഗത്തേക്ക് വന്നിരിക്കുന്നത്. പക്ഷേ ഒത്തില്ല ഷാജി. കാരണം നിറത്തിന്റെ പേരിലല്ല, വായിൽ നിന്ന് വരുന്ന വാക്കിന്റെ പേരിൽ തന്നെയാണ്
എം മണി നാണം കെട്ട് നിൽക്കേണ്ടി വന്നിട്ടുള്ളത്, എയറിലായിട്ടുള്ളത്, തിരിച്ച് ഇഷ്ടം പോലെ നിന്ന് തല്ലുകൊള്ളേണ്ടി വന്നിട്ടുള്ളതും ഈ നാവിൽ നിന്ന് വരുന്ന നാക്കിനെല്ലില്ലെങ്കിൽ എന്തും വിളിച്ചു പറയാമെന്നുള്ള ഈ എം മണിയുടെ രീതി കൊണ്ടാണ്. എന്നിട്ട് ഇത് നാടൻ ശൈലിയാണെന്ന് പറഞ്ഞ് CPMകാർ എത്രയോ കാലമാണ് ഈ എം മണിയെ സംരക്ഷിച്ചിട്ടുള്ളത്. സമരത്തിന് വന്ന പൊമ്പിളയുരുമൈ സ്ത്രീകളെ അങ്ങേയറ്റം അധിക്ഷേപിച്ചിട്ടില്ലേ ഈ പറയുന്ന എം മണി? അതുമാത്രമല്ല, ഇടുക്കിയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ വന്നിട്ടുള്ള IAS ഉദ്യോഗസ്ഥരെ എന്തെല്ലാം ഹീനമായ രീതിയിലാണ് എം മണി അധിക്ഷേപിച്ചിട്ടുള്ളത്. അതിൽ സ്ത്രീകളെന്ന് പോലുമുള്ള പരിഗണന കൊടുക്കാതെ IASകാരായിട്ടുള്ളവരെ എത്രത്തോളം അധിക്ഷേപിച്ച് സംസാരിച്ചിട്ടുണ്ട്. അന്നൊന്നും എന്തുകൊണ്ട് ഷാജിയുടെ നാവ് പൊങ്ങിയില്ല എം മണിയെ വിമർശിച്ചുകൊണ്ട് 2 പോസ്റ്റ് ഇടാൻ? എന്നിട്ടിപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി എം മണി ആശാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വന്നിട്ടുള്ള ഷാജിയുടെ ആ വരവുണ്ടല്ലോ, നല്ല ഒന്നാം തരം തെറിവിളിയാണ് ഷാജി കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇക്കാലത്തും നിറത്തിൻ്റെ പേരിൽ, അതും ഉന്നത പദവിയിലിരിക്കുന്ന ഒരാൾക്ക് പോലും നിറത്തിൻ്റെ പേരിൽ അപമാനം നേരിടേണ്ടി വരുന്നത് വളരെ കഷ്ടം തന്നെയാണ്. നമ്മൾ പ്രബുദ്ധരാണ് എന്നൊക്കെ പറയുമ്പോഴും ശാരദാ മുരളീധരനെ പോലെ ഒരാൾക്ക് നേരിടേണ്ടി വന്നത് അങ്ങേയറ്റം ക്രൂരമായ സമീപനം തന്നെയാണ്. അവർ അത് വെട്ടിത്തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ആരാണ് തന്നെ അപമാനിച്ചത് എന്ന് പറയാൻ ശാരദാ മുരളീധരൻ തയ്യാറായിട്ടില്ല. ബ്യൂറോക്രസിയിൽ നിന്നാണോ ആ കമന്റ് വന്നത് എന്ന ചോദ്യത്തോട് അത് ഞാൻ പറയുന്നില്ല എന്നായിരുന്നു ചീഫ് സെക്രട്ടറി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. ഭർത്താവ് കൂടിയായ മുൻ ചീഫ് സെക്രട്ടറി വേണുവാണ് വിഷയം പൊതുസമൂഹത്തിൽ ചർച്ചയാക്കാനുള്ള ധൈര്യം തന്നതെന്നും ചീഫ് സെക്രട്ടറി വിശദീകരിച്ചത്. സമൂഹം ഈ വിഷയം ചർച്ചയാക്കിയിട്ടും പറഞ്ഞയാൾ ഇതുവരെ വിളിക്കുകയോ മാപ്പ് പറയുകയോ ചെയ്തില്ല എന്നും ശാരദാ മുരളീധരൻ കൂട്ടിച്ചേർത്തിരുന്നു. നിറം കറുപ്പായത് വളരെ മോശമായ എന്തോ കാര്യമാണെന്ന രീതിയിലാണ് പരാമർശങ്ങളെന്നും അതിൽ പലതും വേദനിപ്പിക്കുന്നതാണെന്നും ശാരദാ മുരളീധരൻ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ടായിരുന്നു. തന്റെയും മുൻഗാമിയുടെയും നിറം താരതമ്യം ചെയ്തു. ചീഫ് സെക്രട്ടറിയായി ചുമതല ഏറ്റെടുത്തതു മുതൽ ഈ താരതമ്യം നേരിടേണ്ടി വരുന്നുണ്ട്. കറുപ്പ് മനോഹരമാണെന്ന് പറഞ്ഞാണ് ശാരദാ മുരളീധരൻ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചത്. ഇത് വലിയ ചർച്ചകൾക്കായിരുന്നു പിന്നീട് വഴിവെച്ചത്. ചീഫ് സെക്രട്ടറി എന്ന നിലയിൽ എൻ്റെ കാലഘട്ടം കറുത്തതും എൻ്റെ മുൻഗാമിയായ ഭർത്താവിൻ്റെ കാലഘട്ടം വെളുത്തതും എന്ന രീതിയിൽ കൗതുകകരമായൊരു കമന്റ് ഇന്നലെ കണ്ടു എന്നൊരു കുറിപ്പ് ചൊവ്വാഴ്ച രാവിലെ ശാരദാ മുരളീധരൻ പോസ്റ്റ് ചെയ്തിരുന്നു. ഇത് പിന്നീട് പിൻവലിച്ചുവെങ്കിലും കൂടുതൽ വിശദീകരണം സഹിതം ഇത് വീണ്ടും പോസ്റ്റ് ചെയ്യുകയായിരുന്നു. പിന്നാലെയാണ് ചില മാധ്യമങ്ങൾ ചീഫ് സെക്രട്ടറിയോട് പ്രതികരണം ചോദിച്ചത്. എൻ്റെ നിറത്തിൽ എനിക്ക് സന്തോഷമെന്ന് പറഞ്ഞായിരുന്നു ചീഫ് സെക്രട്ടറി സംസാരിച്ചു തുടങ്ങിയത്. പുരോഗമന കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് പോവുകയാണെന്നും ആ തുടർക്കഥയിലെ ചാപ്റ്റർ മാത്രമാണിതെന്നും ശാരദാ മുരളീധരൻ മറുപടിയും കൊടുത്തു. ഒരിക്കലും ജോലിയെ വർണ്ണ അടിസ്ഥാനത്തിൽ വേർതിരിക്കുമെന്ന് കരുതിയില്ല. അപ്രതീക്ഷിതമായിരുന്നു പരാമർശം. പറഞ്ഞ ആൾ ഇതുവരെ മാപ്പ് പറഞ്ഞിട്ടില്ല. ആരാണിങ്ങനെ പറഞ്ഞതെന്ന് പറയില്ലെന്നും അറിയാതെ ഇരിക്കട്ടെ എന്നും ചീഫ് സെക്രട്ടറി പറഞ്ഞു. മക്കളുമായി ഇക്കാര്യം ചർച്ച ചെയ്തു. അമ്മ സ്മാർട്ടാണെന്ന് മക്കൾ എപ്പോഴും പറയും. കുട്ടികളാണ് എപ്പോഴും ധൈര്യം തരുന്നത്. എൻ്റെ സൗന്ദര്യ സങ്കല്പത്തിലും വസ്ത്രധാരണത്തിലും വരെ അവരുടെ സ്വാധീനമുണ്ട്. നിറത്തിൻ്റെ പ്രശ്നം അനുഭവിച്ചവരെ സംബന്ധിച്ച് ഇത് വലിയ വിഷയമാണ്. കറുപ്പ് 7 അഴകെന്നത് ആശ്വാസവാക്കാണ്. പ്രസവിക്കുമ്പോൾ കുട്ടി വെളുത്തിരിക്കണമെന്നില്ലെന്ന് പലരും പറയും. കറുത്തതാകുമ്പോൾ ആശ്വാസവാക്ക് പറയും. ആദ്യം പോസ്റ്റ് പിൻവലിച്ചിരുന്നു. വേണു പിന്തുണ നൽകിയതോടെയാണ് വീണ്ടും പോസ്റ്റ് ഇട്ടത്. ഇത് സമൂഹത്തിൽ വരേണ്ട മാറ്റമാണ്. പലർക്കും നിറം കറുപ്പായതിനാൽ ജോലി നഷ്ടമായിട്ടുണ്ട്. മനസ്സിൽ ഒന്നും കൊണ്ട് നടക്കില്ല. അതുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെന്നും ശാരദാ മുരളീധരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്നാൽ ആരാണ് അപമാനിച്ചത് എന്ന് ശാരദാ മുരളീധരൻ പറഞ്ഞിരുന്നുവെങ്കിൽ വിവാദത്തിലെ വസ്തുത പുറത്തു വരുമായിരുന്നു. അതിന് ചീഫ് സെക്രട്ടറി തയ്യാറാകാതിരിക്കുമ്പോൾ ചിരിക്കുന്നത് ബോഡി ഷെയിം ചെയ്ത വില്ലനാണ്. ശാരദാ മുരളീധരനെ പോലെ സമൂഹം ഏറെ അംഗീകരിക്കുന്ന വ്യക്തി ആ പരാമർശക്കാരനെയും തുറന്നു കാട്ടണമെന്ന ആവശ്യമാണ് പൊതുസമൂഹത്തിൽ ഇപ്പോൾ സജീവമാകുന്നത്. പേര് മറച്ചു വയ്ക്കുന്നത് കൊണ്ട് തന്നെ ഒളിമറയിലിരുന്ന് ആ വില്ലൻ ചിരിക്കുകയാണ് എന്നും ചിലരൊക്കെ കമന്റുകൾ ചെയ്തിരുന്നു. എന്നാൽ അവർ പറയുകയായിരുന്നു, അത് പറഞ്ഞ ആൾ അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്നുള്ള നിലപാട് സ്വീകരിക്കുകയായിരുന്നു ശാരദാ മുരളീധരൻ. ഇത് വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു പോരാളി ഷാജി അതിനിടയിൽ കൂടി എം മണിയെ കൂടി കുത്തിക്കയറ്റിയത്. എന്നിട്ട് എയറിലും കയറി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.